എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈറ്റിംഗ് നടത്തിയ, നീതിക്ക് വേണ്ടി വലിയ രീതിയിൽ ഫൈറ്റിംഗ് നടത്തിയ പ്രിൻസി ടീച്ചറുടെ വീട്ടിലാണ്. അസ്മാവി കോളേജിലെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് പ്രിൻസി ടീച്ചർ. കാടുകുറ്റിയിൽ സജി വട്ടോലി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയാണ് പ്രിൻസി ടീച്ചർ. പ്രിൻസി ടീച്ചർ നടത്തിയ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് പറഞ്ഞാൽ കേസുമായി നടത്തി പരിചയമുള്ളവർക്ക് അറിയാൻ സാധിക്കുള്ളൂ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കേസെന്ന് നിങ്ങൾക്കറിയും. നമുക്കറിയാം, ഏകദേശം ഒരു 2016 നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിരുന്നു ഒപ്പം എന്ന് പറയുന്ന സിനിമ. ഒപ്പം ആശീർവാദ് സിനിമാസായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ. മോഹൻലാലൊക്കെ അഭിനയിച്ച നല്ല സിനിമ, വളരെ മനോഹരമായ സിനിമയ്ക്കൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ആ സിനിമയിൽ അനുശ്രീ ഒരു 29 സിനിമ തുടങ്ങി ഒരു 29 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുശ്രീ ഒരു പോലീസ് വേഷത്തിൽ വന്നിട്ട് ഒരു ഫയല് അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറുന്നുണ്ട്. ആ ഫയലിൽ പ്രിൻസി ടീച്ചറുടെ ഫോട്ടോ ഒരു വിക്റ്റിമായിട്ട് ആ ഫയലിൽ കാണിച്ചേക്കാണ്. പിന്നെ അതിനുശേഷം കുറേ മൃതദേഹങ്ങൾ വല്ലാത്ത രീതിയിലൊരു അവസ്ഥയിലിരിക്കുന്ന ഫോട്ടോകളുടെ ഇതൊക്കെ കാണാം. അപ്പോൾ ഈ പ്രിൻസി ടീച്ചറുടെ ഫോട്ടോ എങ്ങനെ വന്നു? ഇതെങ്ങനെ ടീച്ചർ കാണുന്ന ഫാമിലി ഒരുമിച്ച് ടീച്ചർ സിനിമ കാണാനായിട്ട് പോയി. സിനിമയിലാണ് ഇത്രയും വലിയ സ്ക്രീനിൽ പ്രിൻസി ടീച്ചറുടെ ഫോട്ടോ വരുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ചർച്ചയാവുമല്ലോ. അന്ന് ആ സിനിമ കണ്ടപ്പോൾ തന്നെ ടീച്ചർക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം ഒരാളുടെ അനുവാദമില്ലാതെ ഇത്തരത്തിലൊരു ഫോട്ടോ ഇതെങ്ങനെ കിട്ടി? ടീച്ചർ കോളേജിൽ വ്ളോഗറാണ്, വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെ ടീച്ചറുടെ ഫോട്ടോ ഈ ആശീർവാദ് സിനിമയിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൻ്റെ കാരണം ഇപ്പോഴും അറിയില്ല. പക്ഷേ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ ആർട്ട് ഡയറക്ടറെ സമീപിച്ചു. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ശക്തികളോട് നമ്മൾ പടപെടുത്താൻ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വേണമെങ്കിൽ പോയി കേസ് കൊടുക്കൂ, നിങ്ങൾ പോയി വേണമെങ്കിൽ കേസ് കൊടുക്കൂ എന്നാണ് പറയാം. അങ്ങനെ തന്നെ ടീച്ചറിനോടും അവർ പറഞ്ഞു. പക്ഷേ ടീച്ചർ അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കാൻ തയ്യാറായില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീശക്തി. ഞാനിത് പറയുന്നത് സ്ത്രീകളായിട്ടുള്ള എല്ലാ ആളുകൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് വളരെ കുറവാണ്. എന്തിനാ ഇപ്പോൾ വെറുതെ കിടന്ന് ഇതിനൊക്കെ പോകണമെന്ന് തോന്നുന്നു. പക്ഷേ പ്രിൻസി ടീച്ചർ ഫൈറ്റ് ചെയ്തു. ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫൈറ്റ് ചെയ്തു. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചാലക്കുടി മുനിസിപ്പൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നു. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം ടീച്ചർക്ക് നീതി കിട്ടിയിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇത്രയും വലിയ ഒരു ഫൈറ്റ് ചെയ്ത് ഒരു നീതിക്ക് വേണ്ടി പോരാട്ടം നയിച്ച പ്രിൻസി ടീച്ചറോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. 2016 ഓണം വെക്കേഷന് ആസ് യൂഷ്വൽ നമ്മൾ ഫാമിലി ആയിട്ടൊരു ഫിലിം കാണാൻ പോവാണ്. ആ ഫിലിമിൻ്റെ പേര് ഒപ്പം എന്നുള്ളതാണ്. ഒപ്പം ഫിലിം കാണാൻ പോയി ഇൻ ബിറ്റ്വീൻ എൻ്റെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണാം. അതും ഒരു FIR ഒരു മർഡർ സീരീസിൽ ഒരു വിക്റ്റിമായിട്ടാണ് എന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. പിന്നെ ആ ഫിലിം നമുക്ക് കറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് അവിടെ കിട്ടിയില്ല. പിന്നെ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളൊരു രീതിയാണ് നമുക്ക് തോന്നിയത്. എന്തുകൊണ്ട് എൻ്റെ ഫോട്ടോ അവിടെ വന്നു എന്നുള്ള രീതിയിലുള്ള ചിന്തകളായി. പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ കോളേജിലെത്തിയപ്പോൾ കുട്ടികളും ഒക്കെ തമാശയ്ക്കും കാര്യമായിട്ടും അല്ലാണ്ടൊക്കെ കമൻറ്റ് പറയുക എന്നുള്ള രീതിക്കായി. പിന്നീട് നമ്മൾ ആലോചിച്ചു, ടീച്ചർ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് ഇതിനോട് എതിരെ പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു മറ്റുള്ളവർക്ക് മാതൃകയാകാൻ തന്നെ നമ്മൾ തീരുമാനിച്ച് ഇതിനു വേണ്ടി നമ്മൾ കേസിന് പുറപ്പെടുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ ഫിലിമിൽ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ കേസ് ഡയറിയിൽ വന്നു എന്നുള്ളതാണ് നമ്മളിവിടെ അന്വേഷിച്ചു. നമ്മൾ ആദ്യം വക്കീൽ നോട്ടീസ് അയച്ചു. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരായിട്ട് ടീച്ചർ ബന്ധപ്പെട്ടിരുന്നോ? ഇതിങ്ങനെ ഈ സ്ക്രീനിൽ കണ്ടു, അതിനുശേഷം മാഡം അതിനെതിരെ ഒരു ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിന് മുൻപ് ഈ സിനിമയുടെ സംവിധായക, നിർമ്മാതാവ് അങ്ങനെയുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു? ആർട്ട് ഡയറക്ടറെ ഹസ്ബൻഡ് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കൂ എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തത്. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, ഡിഫെയിമിന് കേസ് കൊടുക്കുക എന്നുള്ളൊരു അഡ്വൈസ് തന്നെയാണ് നമുക്ക് അവിടെ നിന്നും കിട്ടിയത്. പിന്നീട് നമ്മൾ ഹൈക്കോർട്ടിലാണ് ആദ്യം പോയത്. കാരണം ഡിഫെയിമിൻ്റെ കേസ് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഫിലിം സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഫിലിമുമായി ബന്ധപ്പെട്ട് കേസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വക്കീലിനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. അവിടെ നമ്മൾ കേസ് കൊടുത്തു. അപ്പോൾ ആ ഹൈക്കോടതി പറഞ്ഞത് നിങ്ങളുടെ മുനിസിപ്പൽ കോടതിയിൽ പോയി ഡിഫെയിമിന് കേസ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ സീനിയർ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് നാരായണൻകുട്ടിയുടെ വക്കാലത്ത് ഏറ്റെടുത്ത് അദ്ദേഹമാണ് നമുക്ക് വേണ്ടി മുനിസിപ്പൽ കോടതിയിൽ കേസ് നടത്തിയത്. 7 വർഷം കഴിഞ്ഞു. 16 ആണ് ഈ ഫിലിം റിലീസ് ചെയ്തത്. 17 നമ്മൾ ഡിഫെയിമിന് വേണ്ടി മുനിസിപ്പൽ കോടതിയിൽ കേസ് പോയത്. ഇതിൻ്റെ നാളുവഴികളിലൂടെ പോകുന്ന സമയത്ത് മാഡം ഏതെങ്കിലും തരത്തിൽ ഇതിന് കോംപ്രമൈസോ മറ്റു കാര്യങ്ങളോ മറ്റു സംഭവങ്ങളോ ഒക്കെ ആ സമയത്ത് അവർ മാഡത്തിനെ സമീപിച്ചിരുന്നു പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ള രീതി? ഇല്ല, ഒരിക്കലും ഇല്ല. അവർ പറഞ്ഞത് ആ ഒരു ഫോട്ടോ നിങ്ങളല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്കത് മനസ്സിലാവണില്ലേ എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നൊരു വിഷയമല്ല. അത് എത്ര നാൾ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നു അത്ര നാളും നീട്ടിക്കൊണ്ടുപോവുക എന്ന് മാത്രമാണ് അവർ പ്രതീക്ഷിച്ചത്. അല്ലാതെ ഒന്നുമില്ല. നമ്മൾ പിന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്ത് ഓഫീസിലേക്ക് അയക്കാനും അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവരുടെ CD കൊടുത്തതിൽ ആധികാരികത ചോദ്യം ചെയ്യലും, പിന്നെ അവരുടെ CD ഹൈ ക്വാളിറ്റി ബ്ലൂറേ CD അവരെ കൊണ്ടുവന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് പിന്നെ അത് വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കേണ്ടി വന്നു.
ബ്ലൂറേ CD റീഡ് ചെയ്യാനുള്ള ഡിവൈസ് കണ്ടെത്തൽ തന്നെ നമുക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു. ഓ അത് ശരി. ഒരുപാട് സ്ട്രഗ്ലിങ് അപ്പോൾ നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണച്ചെലവ് മാഡത്തിന് വന്നിട്ടുണ്ടാവുമല്ലോ ശരിക്കും. 2 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ നമുക്ക് ചിലവായിട്ടുണ്ട് ഈ 7 വർഷത്തിനുള്ളിൽ കേസിന് വേണ്ടി. അപ്പോൾ ഇത്രയും പണം ചെലവാക്കി ഈ കേസ് ഇങ്ങനെ നടത്തി ഇത് നീതി കിട്ടണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടാവാൻ മാഡത്തിന് എന്താണ് പ്രധാന കാരണം? കാരണം ഞാനൊരു ടീച്ചറാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. ഒരു സ്ത്രീക്കെതിരെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് ഡിഫെയിമിന് കേസ് കൊടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റാണ്. അപ്പോൾ ഡിഫെയിമിന് കേസ് കൊടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് പൈസ കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ പ്രൊസീജിയറിലൂടെ പോയി എന്ത് തന്നെയാണെങ്കിലും അത് സമൂഹത്തിന് ഒരു മാതൃകയാകാനും ഇതൊരു ചർച്ചയായിട്ട് വരാനും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നാളെ ഒരു സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ ജോലിയില്ലാത്ത വീട്ടമ്മയ്ക്കാണ് ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിലും അവർക്കും അവരുടേതായ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അപ്പം അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് അത് മനസ്സിലായി. ഒരുപാട് ടഫായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാര്യത്തിനെതിരെ പോരാടുക എന്നുള്ളത്. 8 വർഷം 2 ലക്ഷം രൂപ, ഇതിൻ്റെ പിന്നാലെയുള്ള മാനസികമായ പ്രയാസങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ഫോട്ടോ തന്നെ നമ്മളാണെന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യം. അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച ഒരുപാട് വേദന തോന്നിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമകരമായ സാഹചര്യങ്ങൾ കേസ് നടത്തുന്നതിനിടയിൽ അങ്ങനെ ഉണ്ടായിരുന്നു? പ്രതിഭാഗത്ത് ഒരിക്കലും ഇല്ല. അവരിതൊരു ഈസി ഗോയിങ് ആണ്, അവർക്കും അതൊരു വിഷയമല്ല. നിങ്ങൾ പരമാവധി നടത്താൻ എത്ര ഡിലേ വരുത്തുന്നു അതാണ് അവരുടെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നിയത്. പലപ്പോഴും കേസ് വിളിക്കുമ്പോൾ അവരുടെ വക്കീല് ഹാജരാവാറില്ല. അപ്പോൾ അത് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യും. അങ്ങനെ അവർക്ക് 7 വർഷം പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റി. അവസാനം വിധി കിട്ടി. അതാണ് ഈ വന്നിരിക്കുന്ന വിധി ചാലക്കുടി മുനിസിപ്പൽ കോടതിയിൽ നിന്നാണ്. അതെ. ഈ വന്നേക്കുന്ന വിധിയുടെ ഒരു രത്നച്ചുരുക്കം എങ്ങനെയാണ്? വന്ന വിധി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 1 ലക്ഷം രൂപ കോമ്പൻസേഷൻ, കോടതി ചെലവുകൾ 1,68,000 രൂപ. ഇങ്ങനെ 2 എമൗണ്ടുകളാണ് ഡിഫെയിമുമായി ബന്ധപ്പെട്ട്. 2 ലക്ഷത്തി ചില്ലറ രൂപ, 2,68,000. അതിൽ 1,68,000 നമുക്ക് ചെലവായതാണ്. ഈ 7 വർഷം കൊണ്ട് നമുക്ക് വന്ന ചെലവാണ്. നമുക്ക് ആക്ച്വലി ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് ചെലവായിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്, പിന്നെ ഹൈക്കോടതിയിൽ ഒരു കേസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒത്തിരി ചിലവായിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളൊരു സമൂഹത്തിന് ഒരു മാതൃക എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് ആ ഒരു അനുഭവത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സഹിച്ചു. ഇനിയിപ്പോൾ ഈ കേസ് അവർ പ്രതിഭാഗം അപ്പീലിന് പോകാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പീലിന് പോവാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യും. നമ്മളായിട്ട് ഇനി മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പീൽ പോവാണെങ്കിൽ തന്നെ മാഡം ഫേസ് ചെയ്യും. അത് ഫേസ് ചെയ്യണല്ലോ, നമ്മൾ ഫേസ് ചെയ്യും. കാരണം ഇത് നമ്മുടെ ഫോട്ടോ ഇട്ട് എനിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ഇത് ഒരു ചെറിയൊരു കാര്യമാണ്. പക്ഷേ ഇതുപോലുള്ള ഒരു ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസത്തിനൊപ്പം നിൽക്കാൻ നമ്മുടെ സമൂഹം, നമ്മുടെ നിയമം എത്രമാത്രം നമ്മുടെ കൂടെ ഉണ്ടെന്ന് കണ്ണുറപ്പിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എമ്പുരാൻ സിനിമയിലെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധം, വലിയ സംഭവങ്ങൾ. പിന്നെ ഇതിക്ക് മുൻപാണെങ്കിൽ പല രാഷ്ട്രീയ സിനിമകൾ ഇറങ്ങുമ്പോൾ പല രാഷ്ട്രീയ കക്ഷികളും അതിനെ എതിർക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് തെറ്റാണെന്ന് അവരെപ്പോഴെങ്കിലും അവർക്ക് തോന്നിയിട്ടുണ്ട്? ഇല്ല, ഇത് തെറ്റാണെന്ന് അവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇത് നെവർ മൈൻഡ്. അതാണ് ഇപ്പോഴും ഇത് ഇങ്ങനെ വിധി വന്നിട്ടും അവരങ്ങനെ ഇല്ല, ഒരിക്കലും ഇല്ല. അതാണ് എനിക്ക് ഏറ്റവും പ്രയാസം. ഒരു വ്യക്തി അത് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ അനുവാദമില്ലാതെ ഇത്രയും വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിലിമിലെ ഇത്രയും വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമ കമ്പനി ആശീർവാദ് പ്രൊഡക്ഷൻ ഇത് ഉപയോഗിച്ചു, അതിനെ എതിർപ്പുണ്ട് എന്നറിഞ്ഞിട്ടും നെവർ മൈൻഡ് എന്ന് പറയില്ലേ, നമ്മളൊക്കെ വെറും പുഴുക്കളാണെന്ന് തിരിച്ചറിയുന്ന ഓരോ മൊമെന്റുകളാണത്. ഇപ്പോൾ 24 വെട്ടാണ് ഇന്നത്തെ ഇതിൽ കണ്ടത് എമ്പുരാനിൽ. അതും ഹോളിഡേ രാത്രി, ഇതൊന്നും ഒരു വിഷയമല്ല, എങ്ങനെ വേണമെങ്കിലും വെട്ടായിരുന്നു. നമ്മൾ ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ ഫോട്ടോ ഒന്ന് ബ്ലറാക്കുക, അതാണ് ഉദ്ദേശിച്ചത്. പ്രത്യേകം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ് CD വീഡിയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ ഫോട്ടോ അവിടെ മെറ്റീരിയലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലറാക്കി കാണിച്ചുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ഒരു വനിത, ഒരു സാധാ സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വരം അവർ ചെവി ഓർക്കുന്നില്ല. ചെവി ഓർക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിലും ഇപ്പോൾ മാഡത്തിന് ശരിക്കും ഇങ്ങനെ ഒരു വിധി വന്ന സാഹചര്യം അക്കാര്യത്തിൽ മാഡത്തിന് വിഷമമുണ്ട്? എനിക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ട്. കാരണം ഇപ്പോഴും ഈ വിധി വന്നിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസോ അല്ലെങ്കിൽ ഈ വിധി ഇനി എന്തായി തീരുന്നോ ഒന്നും നമുക്ക് അറിയാനായിട്ട് സാധ്യമല്ല. നമ്മുടെ നിയമം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അതാണ് നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ വിധിയായിട്ട് നമ്മൾ കാണുന്നത്. അതിലെനിക്കൊരു ആശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാതൃക തന്നെയാണ്. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഈ വിഷയങ്ങളിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റോപ്പ് ചെയ്യലാണ് മതി. ടീച്ചർ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ഒരുപാട് ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരിയേറെ ചർച്ചകൾ. എന്തൊക്കെ ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു. 10, 24, 26 വെട്ടുകൾ ആ സിനിമയിൽ നടത്തിയിരിക്കുന്നു. ഇതിക്ക് മുൻപും ചില പ്രത്യേക സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല രാഷ്ട്രീയ കക്ഷികളും അത് വരാൻ പാടുന്ന സിനിമ റിലീസ് ചെയ്യാണ്ടിരിക്കാൻ വരെയുള്ള പരിപാടികൾ ഒപ്പിച്ചു. ഇങ്ങനെ പല സംഭവങ്ങൾ. ഈ വിധി വന്നിട്ടും ടീച്ചർ ദുഃഖിതയാണ്. എന്താണ് സംഭവം? ഈ വിധി വന്നിട്ടും ദുഃഖിതയാവാനുള്ള കാരണം ഇപ്പോഴും OTT പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബിലും ആ രംഗമുണ്ട്. ടീച്ചറുടെ ഫോട്ടോ വിക്ടിം ആയിട്ട് കാണിക്കുന്ന ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. ഇത് തെറ്റാണെന്ന് ഈ പറയുന്ന ആളുകൾക്കൊന്നും തോന്നിയിട്ടില്ല. ഇത്രയും വലിയ കമ്പനിക്കും ഇത്രയും വലിയ മാതൃകാപരമായിട്ട് തോളൊക്കെ ചിരിച്ച് മക്കളെ കുട്ടികളെ സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ മാതൃകാപരമായി ഉപദേശം നൽകുന്ന ആളുകൾക്കും
ടീച്ചർക്കെതിരെ ഇതുപോലെ ഒരു ഫോട്ടോ കൊടുത്ത് ഈ ഫോട്ടോ ഇതിങ്ങനെ കോടതി വിധി വന്നിട്ടും യാതൊരു പ്രശ്നമില്ലാതെ അതിപ്പോഴും അതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് നീതിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇതാണോ ജസ്റ്റിസ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരാണോ ഈ മാതൃകാപരമായ സന്ദേശങ്ങളൊക്കെ പറഞ്ഞ് വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ട് ആളുകൾക്ക് വലിയ സന്ദേശങ്ങൾ കൈമാറുന്ന ആളുകൾ? നന്ദി, നമസ്കാരം.